സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്ട്രോബെറി ബനാന സ്മൂത്തി ഉണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. ഇതിൽ കാണുന്ന സ്ട്രോബെറിയുടെ ഇലയെല്ലാം പൊട്ടിച്ച് കളയാം. സ്ട്രോബെറി വാങ്ങുമ്പോൾ അധികം പഴുക്കാത്തത് നോക്കി വാങ്ങണം, അല്ലെങ്കിൽ വേഗത്തിൽ കേടുവരും. ഇതുകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാണ്. നമ്മുടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്ന ഒരു പഴമാണ് സ്ട്രോബെറി. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ലത് തന്നെ. ഇനി വേണ്ടത് 10-12 സ്ട്രോബെറിയും 2 ചെറിയ പഴവും 5-6 അണ്ടിപ്പരിപ്പുമാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. നട്ട്സ് എത്ര വേണമെങ്കിലും ഇടാം. എന്ത് നട്ട്സ് എടുത്താലും പ്രശ്നമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാവുന്നതാണ്. ഇവയെല്ലാം ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം. ഇനി ഇവയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹണി ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലിട്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. മധുരം ഇടാതെയും കഴിക്കാൻ നല്ല സ്വാദാണ്. സ്ട്രോബെറി കൊണ്ട് പല വിധത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കാം. എന്ത് ഉണ്ടാക്കിയാലും ഈ ഫ്രൂട്ട്സിന് ഒരു പ്രത്യേക സ്വാദാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിതിലിടുന്നത് അണ്ടിപ്പരിപ്പാണ്. ഒരു നല്ല കളർ കൂടിയാണ് സ്ട്രോബെറി. പാലിന് പകരം വെള്ളം ഒഴിച്ചാലും മതി. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. നട്ട്സ് കടിക്കണം എന്നുള്ളവർ അവസാനമിട്ട് ഒന്ന് തിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.